ശർമ്മജി, നമുക്ക് എറണാകുളത്ത് നിന്ന് ജയ ആണ് എഴുതുന്നത്. എറണാകുളത്ത് നിന്ന് ജയ. അതെ, ഈ പരിപാടി സ്ഥിരമായി കാണാറുണ്ട്. പുള്ളിക്കാരിക്ക് സ്വന്തം പ്രശ്നത്തിനെ പറ്റിയിട്ട് തന്നെയാണ് ചോദിക്കാനുള്ളത്. തനിക്കൊരു കുട്ടി ഉണ്ടായിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. 6 മാസമേ ആയുള്ളൂ. അതെ, നാള് പൂരാടം 3-ാം പാദം. അതുമാത്രമല്ല, ജയ്ക്കൊരു ആങ്ങളെ കൂടിയുണ്ട്. ആങ്ങളെ കുട്ടിയുടെ നാള് അമ്മാവന് ദോഷമാണെന്ന് പറയുന്നു. ഇത് ശരിയാണോ എന്ന് അറിയണം. അതിനെന്തെങ്കിലും പ്രതിവിധിയും കൂടി പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. പൂരാടത്തിൽ പൊതുവായിട്ട് പറയുന്നത് 1-ാം പാദം അമ്മയ്ക്ക്, 2-ാം പാദം അച്ഛന്, 3-ാമത്തെ പാദം അമ്മാവന്, 4-ാമത്തെ പാദം കുട്ടിക്ക്. ജനറലായൊരു കണക്കാണ്. അത് സൂക്ഷ്മമായി നോക്കുന്ന ഒരു കാലഘട്ടം അല്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ അതിസൂക്ഷ്മമായി നോക്കി പിന്നീടത് വാസ്തുബലി പരവാസബലി എന്ന് പറയുന്ന പോലെ അങ്ങ് ഒരു പേരുദോഷം വന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെങ്കിലും അതിൻ്റെ ജനനസമയം കൃത്യമായി നോക്കി അതിൻ്റെ ഏത് പാദമാണ് 3-ാമത്തെ പാദമെങ്കിൽ അതിൻ്റെ 3-ാം കാൽ എടുക്കണം. 1-ാം പാദത്തിലാണെങ്കിൽ ആദ്യ പാദത്തിലാണ് ഈ ദോഷം കൂടുതൽ. 2-ാം പാദത്തിൽ 2-ാം കാലിനാണ്. 3-ാമത്തെ പാദമാണെങ്കിൽ 3-ാം കാലിൽ അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് 3-ാമത്തെ പാദത്തിലാണ് ദോഷം കൂടുതൽ വരുന്നത്. 4-ാമത്തെ പാദമാണെങ്കിൽ ആ 4-ാമത്തെ പാദത്തിലെ 4 ഭാഗമായി ഭാഗിച്ചിട്ട് 4-ാമത്തെ അംശത്തിനാണ് ഏറ്റവും കാഠിന്യമായിട്ട് വരുന്നത്. അതുകൂടാതെ തന്നെ വേലിയേറ്റം മുതലായ കാര്യങ്ങളുള്ള സമയത്തുള്ള വെളുത്ത പക്ഷത്തിലാണെങ്കിൽ അമ്മയ്ക്ക് മാതൃകാല് ദോഷമുണ്ടെങ്കിലും അത് അമ്മയുടെ മരണം ഉണ്ടാവുകയില്ല. അവിടെ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചില അസുഖങ്ങൾ മാറാതെ വന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ മാതൃസ്വത്തുക്കൾ നഷ്ടപ്പെടുക, ഇങ്ങനെയൊക്കെ ആയിട്ട് അവശേഷിക്കും. മരണമില്ല. അപ്പം തള്ളക്കാല് എന്ന് പറയുന്ന ദോഷം അവിടെ അനുഭവത്തിൽ വരുന്നതല്ല. സൂക്ഷ്മമായി നോക്കിയാൽ സൂര്യൻ ചിങ്ങം മേടൻ രാശിയിൽ നിൽക്കവേ ഉള്ള പിതൃക്കാലാണെങ്കിൽ പിതാവിനും മരണമില്ല. പക്ഷേ പിതാവിൻ്റെ സ്വത്തുക്കളോ പിതൃഭാഗ്യങ്ങൾ, പിതാവിൻ്റെ തണൽ ഈ കുട്ടിക്ക് കിട്ടാതെ വരും. അതായത് അമ്മയെ ഇട്ടിച്ച് പോകുമോ, അല്ലെ അമ്മയുമായി പിണങ്ങി നിൽക്കുമോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ വന്ന് കല്യാണം കഴിച്ച് പോവുമോ, അല്ലെങ്കിൽ നാട് വിടുകയോ, പോയ സ്ഥലത്ത് എവിടെയെങ്കിലും അറസ്റ്റ് വരിച്ച് അതിനകത്തൊക്കെ കിടക്കുമോ, കാണാൻ ഭാഗ്യമില്ലാത്ത വരികയൊക്കെ ചെയ്യുക. 3-ാം പാദമാണ് ജാതക നിലയിൽ ബുധൻ എന്ന ഗ്രഹം മിഥുനം കന്നി സ്വീകരിച്ച് നിൽക്കുന്ന പവർഫുള്ളാണെങ്കിൽ അമ്മാവനും ഈ പറഞ്ഞ പോലെ മരണമൊന്നുമില്ല. പക്ഷേ അമ്മാവന് ചില ശാരീരിക അസ്വാസ്ഥ്യങ്ങളും മരുമകനെ അല്ലെ മരുമകളെ കാണാൻ വരാതിരിക്കുകയോ കുടുംബമായിട്ട് പിണങ്ങി നിൽക്കുകയോ ഒക്കെ ചെയ്യുന്ന മാതൃവിരഹത്തിൽ അങ്ങനെ അങ്ങ് അവശേഷിക്കുന്നു. 4-ാം പാദമാണ് ജന്മമെങ്കിൽ അത് കാലിൽക്കാൽ 4-ാമത്തെ പാദത്തിൽ ആണെങ്കിൽ കുട്ടിക്ക് ദോഷമുണ്ട്. പക്ഷേ ഉച്ചസമയം 12 മണിക്കും 12:10 അഭിജിത്ത് മുഹൂർത്തവും ഉച്ചസമയം നട്ടുച്ചയ്ക്കുള്ള ജന്മവും 12-നും 12:10 മധ്യയുള്ള അഭിജിത്ത് മുഹൂർത്തവും രാജയോഗവും ഉണ്ടെങ്കിൽ ആ കുട്ടി കുലം മുഴുവൻ മുടിഞ്ഞാലും ആ കുട്ടി രക്ഷപ്പെട്ടു പോകും. വലിയ ഭാഗ്യമുള്ള ജന്മമായിത്തീരും. പക്ഷേ മാതാപിതാക്കളെ കൊണ്ടോ അമ്മാവനെ കൊണ്ടോ വലിയ ഗുണങ്ങളൊന്നും കിട്ടാതെ സ്വയാർജിതമായി ആ കുട്ടി പഠിക്കും, തൊഴിൽ ചെയ്യും, ധനം വെട്ടിടും, നാട് ഭരിച്ചിടും, അവൻ വില്ലാളി വീരനായി കയറിപ്പോവും. അപ്പം തൻപാദം, തള്ളപ്പാദം, അച്ഛൻപാദം, ഈ പാദദോഷങ്ങൾ പിള്ളപ്പാദമൊക്കെ ഉണ്ടെങ്കിലും ആ ജന്മസമയത്തെ ഗ്രഹങ്ങളുടെ നിപ്പ്, കാലിൽക്കാൽ ഭാഗം, ഇതെല്ലാം വെച്ച് ഗണിച്ച് നോക്കുമ്പോഴേ കൃത്യമായി പറയുള്ളൂ. ഇവിടെ ബുധൻ
മിഥുനം രാശി നിൽക്കുന്നതുകൊണ്ട് അമ്മാവന് പറയത്തക്ക ഒരു തട്ടും വരാൻ പോകുന്നില്ല. പക്ഷേ ഈ അമ്മാവനെ കൊണ്ട് ഗുണം ഉണ്ടാവത്തില്ല, അമ്മാവനും വലിയ ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. ഇങ്ങനെ അങ്ങ് തീരും. അതുകൊണ്ട് ഈ പറഞ്ഞ പ്രയാസങ്ങളൊന്നുമില്ല. ഇനി എന്തെങ്കിലും അതിനവശേഷിക്കുന്നുണ്ടെങ്കിൽ മൃത്യുഞ്ജയം, ആയുർസൂക്തം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആ കുട്ടിയുടെ പേരിൽ അങ്ങ് ചെയ്തോളുക. കുറേയൊക്കെ കാഠിന്യങ്ങൾ മാറിക്കിട്ടും. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. കത്ത് അയച്ചതിന് നന്ദി. നമസ്കാരം.